എന്താണ് 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 നിങ്ങളിരിക്കെ പ്രതിപക്ഷ നേതാവ് പറയും. സാധാരണഗതിയിൽ ബഡ്ജറ്റ് പ്രസംഗം നടന്നു കഴിഞ്ഞ് അംഗങ്ങൾക്കും പത്രക്കാർക്കും വിതരണം ചെയ്തിട്ട് ഇത് കിട്ടാറുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കാം. വിഷ്വൽ മീഡിയയിലും ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ബഡ്ജറ്റിന് ഒരു സാങ്ക്ടിറ്റി വേണ്ടേ? ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വേണേ വായിക്കാം. ഇതെല്ലാം ഇനിയും തോമസ് ഐസക്ക് വായിക്കാനുള്ളതെല്ലാം ഞാൻ വായിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അങ്ങ് ഉന്നയിച്ചത് പരിശോധിച്ച് സ്റ്റേറ്റ്മെന്റ് അടക്കം വന്നിരിക്കുകയാണ്. ധനസൂചകങ്ങൾ, ആകെ വരുമാനം, ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയട്ടെ. ഇതെങ്ങനെ വെളി വന്നിരിക്കുന്നു? നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയുടെ മുൻപാകെ ഒരു വിഷയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആവശ്യമായ പരിശോധന നടത്തി നിലപാട് പറയാം. പ്ലീസ്. അല്ല, ചെയറിനത് അറിയില്ലല്ലോ. ചെയർ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കാൻ പോയിട്ടില്ല. പ്ലീസ് പ്രതിപക്ഷ നേതാവ്, ചെയർ സോഷ്യൽ മീഡിയ നോക്കാൻ പോയിട്ടില്ല. അതിലെന്താണ് വന്നതെന്ന് കാണാനും പറ്റിയിട്ടില്ല. അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ ദയവായി സീറ്റിലേക്ക് പോകൂ. പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, രാവിലെ 9 മണിക്ക് സഭാ സമ്മേളനം തുടങ്ങിയ മുതൽ ഞാനിവിടെ ഇരിക്കുകയാണ്. ചെയറിന് അറിയില്ലല്ലോ. അല്ല, അദ്ദേഹം ഉന്നയിച്ച കാര്യം പരിശോധിച്ചൊരു നിലപാട് സ്വീകരിക്കാം. പ്ലീസ് അങ്ങ് തുടരും. പ്ലീസ്. തീർച്ചയായിട്ടും ഗവൺമെന്റിനും ധനകാര്യമന്ത്രിക്കും ചെയറിനും അതിൽ അഭിപ്രായം പറയാനുണ്ടാവും. നിങ്ങൾ ഇത്ര ബഹളം വെക്കരുത്. നിങ്ങളൊരു വിഷയം ഉന്നയിച്ചു, അതിലൊരു നിലപാട്. പ്ലീസ് സീറ്റിലേക്ക് പോകൂ. പ്ലീസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കൂ. സർ, ഇത് ബജറ്റുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു കഴിയട്ടെ. അവതരിപ്പിച്ച കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കിയെടുക്കുമല്ലോ. അത് മുൻപും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം എന്താണെന്നുള്ളത്. ഒരു തരത്തിലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നതിന് മുൻപ് പുറത്തു പോയിട്ടില്ല. ബജറ്റ് അവതരിപ്പിച്ച ഭാഗങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു മീഡിയകളിൽ വന്നിട്ടുണ്ടാവും. ഇന്നത്തെ സ്ഥിതിയിൽ അതേസമയം പോകുകയല്ലേ, അതാണ് ഉണ്ടായത്. അതിനപ്പുറമുള്ള കാര്യം എന്താണെന്ന് അതിനപ്പുറമുള്ള കാര്യം എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോ അവതരിപ്പിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഉന്നയിച്ച കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ വന്നു. ചെയറും അത് പരിശോധിക്കുന്നതാണ്. ഒറ്റയടിക്ക് തീരുമാനം പറയണമെന്ന് പറയരുത്. സാധാരണഗതിയിൽ ഈ വായിച്ച കാര്യങ്ങൾ മീഡിയ അപ്പം തന്നെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൈക്ക് കൊടുക്കൂ. പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നിങ്ങൾ സീറ്റ് പോയിരിക്കും. ശ്രീ സാദത്ത്, നിങ്ങളിരിക്കെ. അവര് സീറ്റ് പോയല്ലോ. പ്ലീസ് ഇരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും തമ്മിൽ വ്യത്യസ്തമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ധനകാര്യമന്ത്രി വായിക്കുമ്പോൾ
അതിൻ്റെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ലൈവായിട്ടും പോകുന്നുണ്ട്. സാർ അതിനു മുമ്പെയാണ് ധനസൂചകങ്ങൾ, ആകെ വരുമാനം ഉൾപ്പെടെയുള്ള ആകെ ചെലവ്, റവന്യൂ വരുമാനം, റവന്യൂ ചെലവ്, റവന്യൂ കമ്മി, ഇതെല്ലാം പുറത്തു പോയിരിക്കുകയാണ്. അത് പരിശോധിക്കാം സാറ്, ഗൗരവമുള്ള കാര്യമാണ്. ഇതെങ്ങനെ പോയി? എങ്ങനെ പോയി? ഞാൻ അങ്ങേക്ക് തരാം. അദ്ദേഹം പറയട്ടെ. ഇത് ഞാൻ അങ്ങേക്ക് തരാം. അങ്ങനെയും വായിക്കാൻ പോകുന്ന എല്ലാ ഭാഗങ്ങളും പുറത്തു പോയി. ബഡ്ജറ്റ് ലീക്ക് ചെയ്തു. ബഡ്ജറ്റിന്റെ സാങ്ക്ടിറ്റി പോയി. സാർ, ഇത് ആദ്യത്തെ സംഭവമാണ്. അദ്ദേഹം വിശദീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് ഒന്ന് വിശദീകരിക്കാൻ അവസരം കൊടുക്കൂ. പ്ലീസ് പ്ലീസ്, ധനകാര്യമന്ത്രിക്ക്. യെസ് ധനകാര്യമന്ത്രി അങ്ങ് സംസാരിക്കും. അദ്ദേഹം സംസാരിക്കും. മൈക്ക് കൊടുക്കും. അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കൂ ദയവായിട്ട്. കേൾക്കും. പറയൂ. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സഭയിൽ ഈ സമയത്ത് എനിക്ക് ഒരു വിസ്തീർണം നൽകാനുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. ഇത് ഗൗരവമായിട്ട് പരിശോധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ വഴി അതിനുള്ള വിശദീകരണം അസംബ്ലി നൽകും. അല്ല, എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ 9 മണി മുതൽ വായിച്ചുകൊണ്ടിരിക്കല്ലേ? ധനകാര്യമന്ത്രി, അങ്ങ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾ ആരും ഒരു തടസ്സം ഏർപ്പെടുത്തിയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ജലീൽ ഒന്ന് പറഞ്ഞോട്ടെ. സാർ, ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ലല്ലോ. 2.5 മണിക്കൂർ നേരം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ കൊടുത്തുവിട്ടത്. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വിഷ്വൽ മീഡിയയിലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അങ്ങനെ പറയണ്ട. സ്പീക്കർ സാർ, ഇത് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രിന്റ്, അത് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കാത്ത മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ സാർ? പ്രതിപക്ഷ നേതാവ് എന്റെ ഓഫീസ്, നിങ്ങളുടെ ഓഫീസിൽ കിട്ടും. ആരുടെ ഓഫീസിലും കിട്ടുന്നത്? ബഡ്ജറ്റ് ലീക്ക് ചെയ്ത് പോകുന്നത് നിങ്ങളുടെ വിവരമാണോ? എന്താ വിവരം പറയുന്നത്? പ്ലീസ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പൊ സഭയിൽ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് അറിവുള്ളൂ. ഞാനതുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിച്ച ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എൻ്റെ ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് അതിൻ്റെ സഭയിൽ ഞാൻ വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറയും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇതെന്താണിത്? ആരാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത്? ഞാനത് പറയട്ടെ. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലോ. ഇതെന്താണിത്? ബഹളം വെക്കണമെന്ന ബോധപൂർവമായ ഉദ്ദേശമാണ്. പിന്നെ നടക്കട്ടെ. ശരി, ബോധപൂർവമായ ഉദ്ദേശമാണ് ഇത് നടക്കട്ടെ. പ്രതിപക്ഷ നേതാവ് അങ്ങ് ഉന്നയിച്ച കാര്യം വളരെ ഗൗരവമായിട്ട് ചെയർ കാണുന്നുണ്ട്, ഗവൺമെന്റ് കാണുന്നുണ്ട്, ധനകാര്യമന്ത്രിയും കാണുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച കാര്യം ഗൗരവമായി പരിശോധിക്കുന്നതാണ്. ഹലോ സർ, ഞാൻ വായന തുടരട്ടെ സർ? വായന തുടരട്ടെയോ? ഒരു മിനിറ്റ് കൂടി, ഒരു വാക്ക് അദ്ദേഹം പറയട്ടെ. സാർ, ദയവായി അങ്ങൊരു കാര്യം കൂടി പരിശോധിക്കണം. ഇത് പോയത് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ ആളാണ്. നേരത്തെ കൊടുത്തു കാണും. അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശോധിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വരികയാണ്. നിയമസഭയെ നോക്കൂത്തിയാക്കിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചു. അത് ഗൗരവമായി പരിശോധിക്കും. ഗവൺമെന്റും ധനകാര്യമന്ത്രിയും അത് സംബന്ധിച്ച പ്രസ്താവന സഭയിൽ നടത്തും. അവസാനിപ്പിച്ച് അങ്ങ് വായിച്ചോളൂ.
ഇത് സംബന്ധിച്ച് ഗവൺമെന്റിന് വേണ്ടിയുള്ള പ്രസ്താവന ധനകാര്യമന്ത്രിയും ചെയറും റൂൾ ചെയ്യുന്നതാണ്. കാർബൺ ന്യൂട്രൽ വയനാട് എന്ന പ്രധാനപ്പെട്ട സങ്കല്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പുതിയ സ്കീം പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നബാർഡിന് സമർപ്പിച്ചിട്ടുള്ളത് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നടപ്പാക്കാൻ പോവുകയാണ്. സ്വകാര്യ ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് 5 വർഷം കൂടുമ്പോഴും മരം ഒന്നിന് 500 രൂപ വെച്ച് ധനസഹായം അനുവദിക്കും. ഇല്ല, മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലാണ്, തെറ്റിദ്ധാരണ വേണ്ട, അവിടെയാണ് കാർബൺ ന്യൂട്രൽ ഈ പരീക്ഷണം നടക്കുന്നത്. അപ്പോൾ അതിൽ 10 കോടി രൂപ ഇതിലേക്കായിട്ട് സ്ഥിര നിക്ഷേപം മീനങ്ങാടിയിലെ കാർഷിക സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സ്കീമിനെ ദീർഘകാല കാർഷിക വായ്പയെ പരിഗണിക്കണമെന്ന് നബാർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നബാർഡ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്തിൻ്റെ പിന്തുണ സംവിധാനം ന്യൂട്രലിൻ്റെ പിന്തുണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാർബൺ ന്യൂട്രൽ വയനാടിൻ്റെ പിന്തുണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തണലിന് 40 ലക്ഷം രൂപ അനുവദിക്കുന്നു. സർ, നോർക്കയും പ്രവാസികളും നോർക്കയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 61 കോടി രൂപ വകയിരുത്തുന്നു. ഗൾഫിൽ തിരിച്ചു വരാൻ നിർബന്ധരായവർക്ക് മരണം, വിവാഹം, അപകട സഹായം തുടങ്ങിയ 13 കോടി രൂപയും ക്ഷേമനിധിക്ക് 6 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ഈ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് ക്ഷേമ പെൻഷന് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഗൾഫിൽ തിരിച്ചു വരുന്നവരുടെ പുനരധിവാസത്തിനും അതിനുള്ള നൈപുണ്യ വികസനത്തിനും 18 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിന് ശേഷം വരുന്ന ട്രഷറി, റവന്യൂ, രജിസ്ട്രേഷൻ, ഇ സ്റ്റാമ്പ്, ആഭ്യന്തരം, ജയില്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, പ്ലാനിംഗ് ബോർഡ്, ദേവസ്വം, ഹൗസിംഗ് ബോർഡ്, എക്സൈസ്, ലീഗൽ മെട്രോളജി, സർക്കാർ പ്രസ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള പാരഗ്രാഫുകൾ 235 മുതൽ 350